ഈ അപ്സയെന്ന് പറഞ്ഞ പൂമാനം പൂത്തുലഞ്ഞു. മോളെ, ഞാൻ ചീത്ത വിളിച്ചതല്ല കേട്ടോ, പാട്ട് പാടിയതാണേ. ഹലോ ഗായ്സ്, ഞാൻ നിങ്ങളുടെ സ്വന്തം സുധീഷാണ്. ഗായ്സ്, വീണ്ടും കുറച്ച് നാളുകൾക്ക് ശേഷം അപ്സ പൊന്തി വന്നിരിക്കുകയാണ് ഗായ്സ്. ഓ, അപ്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയില്ലല്ലേ? KSRTC അപ്സ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ. അതാണ് അവതാരം. ആ കുട്ടി പറയുകയാണല്ലേ, ആ സുന്ദരിയായ പൊന്നുമോള് പറയുന്നത് കേട്ടില്ലേ നിങ്ങൾ? മെൻസ് അസോസിയേഷന് വേണ്ടിയിട്ട് ബ്ലൂ ബസ് ഇറക്കണമെന്ന്. ബ്ലൂ ബസ് ഇറക്കുന്ന എനിക്ക് അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ഒരുപാട് സന്തോഷമായി മോളെ. പക്ഷേ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ടിയിട്ടല്ലേ പിങ്ക് ബസ് ഇറക്കുന്നത്. സ്ത്രീകൾക്ക് ഭയങ്കര സംരക്ഷണം നൽകിയിട്ട് പിങ്ക് ബസ് നൽകുന്നു. അത് മോൾ അറിഞ്ഞില്ലായിരുന്നോ? ഈ അപ്സയെ പോലുള്ള ലേഡീസിന് അതൊരു സന്തോഷ വാർത്തയാണെന്ന് എനിക്കറിയാം. കാരണം വേറൊന്നുമല്ല, നിങ്ങൾക്കവിടെ സെൽഫി എടുക്കാം, വീഡിയോ എടുക്കാം, അഴിഞ്ഞാടാം, റീൽസ് ചെയ്യാം, തുള്ളാം, എന്തൊക്കെ ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഈ അപ്സയെ പോലുള്ള സുന്ദരിക്കുട്ടികൾ, അയ്യോ സുന്ദരിക്കുട്ടി എന്ന് പറഞ്ഞതിന് ഇനി കേസാവോ? മോളെ ക്ഷമിക്കണേ, ഞാൻ അറിയാതെ പറഞ്ഞു പോയതാണ് സുന്ദരിക്കുട്ടിയാണെന്ന്. അയ്യോ, ഈ അപ്സയെന്ന് പറഞ്ഞ പൂമാനം പൂത്തുലഞ്ഞു. മോളെ, ഞാൻ ചീത്ത വിളിച്ചതല്ല കേട്ടോ, പാട്ട് പാടിയതാണേ. പിന്നെ ഈ അപ്സയെന്ന് പറഞ്ഞ കുട്ടി വേറൊരു കാര്യം പറയുകയാണ് ഗായ്സ്. ഞാനൊക്കെ ഇപ്പോഴും ആ ബസ്സിൽ തന്നെ യാത്ര ചെയ്യുന്നു. പക്ഷേ പുരുഷന്മാരൊന്നും നമ്മളെയൊക്കെ പേടിച്ച് ബസ്സിൽ യാത്ര ചെയ്യുന്നില്ല എന്ന്. എങ്ങനെ പേടിക്കാതിരിക്കും? ഇതൊക്കെയല്ലേ ഐറ്റങ്ങൾ. ഇതിനെയൊക്കെ കണ്ടിട്ട് പേടിച്ചില്ലെങ്കിൽ അത്ഭുതമുള്ളൂ. അപ്സ മോൾക്ക് ഭയങ്കര വിഷമമാണ് ഗായ്സ്, വേറൊന്നും കൊണ്ടല്ല. ഇപ്പോൾ എല്ലാ ആണുങ്ങളെല്ലാം കമ്പി വച്ചിട്ടുള്ള ഡ്രസ്സൊക്കെ ധരിച്ചാണ് വരുന്നത് ബസ്സിൻ്റെ അകത്ത്. അതേപോലെ തന്നെ ബോക്സൊക്കെ ആക്കി ബോക്സിൻ്റെ അകത്ത് കയറി നിന്നൊക്കെയാണ് ബസ്സിൻ്റെ അകത്ത് വരുന്നത്. ഇപ്പോൾ അതുകൊണ്ട് ഭയങ്കര വിഷമമാണ് ഗായ്സ്, വേറൊന്നും കൊണ്ടല്ല. കൊണ്ടിട്ട് ഉരയ്ക്കാൻ പറ്റുന്നില്ല. ഇനിയിപ്പം കൊണ്ടിട്ട് ഉരച്ച് കഴിഞ്ഞാൽ അടിച്ചങ്ങോട്ട് കയറില്ലേ കമ്പിയൊക്കെ.